നിസ്കരിക്കാൻ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് നമ്മളെ സെയ്താണ്. ഫോട്ടോനവേ വീഡിയോനോ? ഷൈന ജാക്കറ്റ് മാറ്റി. ഹലോ, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ചെറിയ പെരുന്നാൾ വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ മൂത്തുമ്മാൻ്റെ മോളുണ്ട് ഇവിടെ. അപ്പോൾ അവളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തുമ്പോഴേക്കും നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 9:30-10 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ പോയതും നമ്മൾ വേഗം ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിയിലായിരുന്നു. അപ്പോൾ കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവൾ അതുകൊണ്ട് തന്നെ അവൾ ചിക്കൻ മന്തിയും പിന്നെ മട്ടൻ്റെ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് വേഗം കിടന്ന് ഉറങ്ങി. രാവിലെ തന്നെ പള്ളി പോകാനുള്ളതല്ലേ, ഇവിടെ 8 മണിക്കായിരുന്നു നിസ്കാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റിരിക്കുക കേട്ടോ. കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റാനും കുളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങുകയാണ്. ഇതെൻ്റെ കസിൻ്റെ മോനാട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇനി ഇറങ്ങാൻ പോവാം. ഷൈന ജാക്കറ്റ് മാറ്റി. പള്ളി പോകാൻ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. വണ്ടിയിലാ. നിന്നെടുത്ത് റയാൻ ഇവിടെ മാറ്റുന്നുണ്ട്. സുന്ദരൻ. ഇവിടെ നല്ല തണുപ്പാട്ടോ, -17 അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെരുന്നാൾ ഡ്രസ്സിൻ്റെ മുകളിൽ എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഡ്രസ്സൊന്നും കാര്യമായിട്ട് കാണുമൊന്നുമില്ല. എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാണെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ തന്നെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. 8 മണിക്കാണ് നിസ്കാരം എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത നിസ്കാരം 9:30 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 8 മണീൻ്റെ നിസ്കാരത്തിനാണ് പോകുന്നത്. ഏകദേശം ഇപ്പോൾ സമയം 7:15 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങി കേട്ടോ. വേറെ ഏതെങ്കിലും വണ്ടി പോയിട്ടുണ്ടാവും. അങ്ങനെ നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ വേണ്ടി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ്. 8 മണിക്കാണ് പള്ളി നിസ്കാരം. നിസ്കരിക്കാൻ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് നമ്മളെ സെയ്താണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഇവിടുന്ന് ഒരു ഏകദേശം 20 മിനിറ്റോളം 15-20 മിനിറ്റോളം ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ഇവിടെ ഏതൊരു മാളിൽ വെച്ചിട്ടാട്ടോ നിസ്കാരം നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 നേരമായിട്ടാണ്. 8 മണിക്ക് ഒന്നുണ്ട്, പിന്നെ 9:30 ഒന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഫ്രോസൺ ഇല്ല ഇവിടൊക്കെ. മാളിൻ്റെ എൻട്രൻസിൽ തന്നെ ഈദ് മുബാറക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തണുപ്പത്ത് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതിന് മാത്രം ദൂരമില്ല, പക്ഷെ തണുപ്പ് നല്ലോണം കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ട്. മാളിൻ്റെ മറ്റു സൈഡിലാണ് ഉണ്ടായിരുന്നത്. ആണുങ്ങൾക്ക് മുമ്പിലും പിന്നെ ഒരു മറയായിട്ട് അതിൻ്റെ ബാക്കിലായിട്ടാണ് പെണ്ണുങ്ങൾക്ക് ഉണ്ടായിരുന്നത് നിസ്കരിക്കാനുള്ള സൗകര്യം. പിന്നെ ഞാൻ കണ്ടത് ഇവിടെ കുറേ കുട്ടികൾ മിഠായി വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ചെറിയ കുട്ടികളാട്ടോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ പാക്കറ്റിൽ ഇവിടെ ചെറിയ കുട്ടികൾക്ക് ചിപ്സും സ്വീറ്റ്സും പിന്നെ എന്തെങ്കിലും ഒരു ടോയ് ചെറിയ കാറ് അങ്ങനെ എന്തെങ്കിലും പാക്ക് ചെയ്തിട്ട് എല്ലാം കൂടെ ചേർത്തൊരു പാക്കറ്റായിട്ട് കൊടുത്തിരുന്നു. പിന്നെ അതേപോലെ എല്ലാവർക്കും ഗുലാബ് ജാമുൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം. നാട്ടിലുള്ള അതേ ഫീലിങ്. നാട്ടിൽ നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ പോകുമ്പോൾ അതേപോലെ തന്നെ അല്ലെങ്കിൽ ദുബായിലും ഉള്ളപ്പോൾ അതേ ഫീലിംഗ് ആയിരുന്നു കേട്ടോ പള്ളിയിൽ പോകുമ്പോൾ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ ഭയങ്കര തണുപ്പാട്ടോ. സഹിക്കാൻ പറ്റാത്തത്രയും തണുപ്പാണ്. അപ്പം ഞങ്ങളങ്ങനെ ഏകദേശം ഒരു 15-20 മിനിറ്റോളം തിരിച്ചും യാത്ര ചെയ്ത് വീട്ടിലെത്തി. എത്തിയ ഉടനെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്പ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. ഷൈന തന്നെ എല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് നോക്കി നിൽക്കുക കേട്ടോ. നെയ്പ്പത്തിലും പിന്നെ ബീഫ് കറിയും. ഇതാണ് ഞങ്ങൾ അധികവും പെരുന്നാൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്
കഴിഞ്ഞ് പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ടാട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയത്. അങ്ങനെ ഫുഡ് റെഡി ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മളിന്ന് ചിക്കൻ ബിരിയാണി, നമ്മളെന്ന് പറഞ്ഞാൽ അവൾ തന്നെ ആട്ടോ ഫുള്ള് ഉണ്ടാക്കിയത്. ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ പൊരിച്ചതും നാടൻ കോഴീൻ്റെ ബിരിയാണി ആയിരുന്നു കേട്ടോ. സൂപ്പർ ബിരിയാണി ആയിരുന്നു. പിന്നെ ചട്നിയും പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം, പിന്നെ അവൾ പുഡിംഗ് ആയിട്ട് ഡ്രസ്ലെച്ചസ് കേക്ക് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ആയിട്ട് എടുക്കാൻ മറന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഡ്രസ്ലെച്ചസ്, അതിൻ്റെ ഒരു സ്റ്റൈലിലുള്ളൊരു പുഡിങ്ങാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടി പോയിട്ട് കുട്ടികളെയും കൊണ്ട് എമ്പുരാൻ കാണാൻ വേണ്ടി പോയായിരുന്നു. മൂവി നല്ല രസമുണ്ടായിരുന്നു മൂവി. അതിൻ്റെ കൂടെ തിയേറ്ററിനെ പറ്റി പറയാതെ വയ്യ കേട്ടോ. ഒരു പഴയ കാലത്തെ തിയേറ്ററായിരുന്നു. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് നാടകം അങ്ങനെയൊക്കെ നടത്തിയിരുന്ന തിയേറ്ററാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ഭംഗി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കഷ്ണം കൂടെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. തിയേറ്ററിലെ ചെയറൊക്കെ സാധാ ചെയറായിരുന്നു കേട്ടോ, അല്ലാതെ ഇപ്പോഴത്തെ സ്റ്റൈൽ റിക്ലൈനർ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പഴയ കാലത്തെ ഒരു രീതിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു തിയേറ്റർ കാണാൻ വേണ്ടി. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ വെള്ളാപ്പവും ചെറുപയർ കറിയും പിന്നെ കടുക്ക നിറച്ചതും ആട്ടോ ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ട് നാട്ടിലെല്ലാവരും ഫോൺ വിളിക്കായിരുന്നു. അപ്പോഴേക്കും നാട്ടിലെ പെരുന്നാൾ തുടങ്ങിയല്ലോ, അപ്പോൾ എല്ലാവരും ഫോൺ വിളിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നാട്ടിലെ കോളിലൊക്കെ എല്ലാവരും ബിസിയായി. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം ഞങ്ങൾ തിരിച്ച് വരാനുള്ള ഒരു തിരക്കിലായിപ്പോയി. ഉച്ചയ്ക്ക് നമ്മൾ നാടൻ ഉണക്കച്ചെമ്മീൻ്റെ കറിയും പിന്നെ കോര പൊരിച്ചതും ചോറും ഒക്കെ കഴിച്ച് ഒന്ന് റിലാക്സായിട്ട് 4:30-5 മണിയാകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് വരാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അങ്ങനെ പെരുന്നാളൊക്കെ നമ്മൾ നല്ല സൂപ്പറായിട്ട് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ പെരുന്നാളിന് പ്രത്യേകിച്ചും എല്ലാവരെയും കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. നമ്മൾ പണ്ട് കാലത്ത് നാട്ടിലൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്ന പോലെ നമ്മളിവിടെ മിസ് ചെയ്യുന്നതും അതാണല്ലേ. 10 വർഷത്തോളം ഞങ്ങൾ ദുബായിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഉള്ളപ്പോൾ ഞങ്ങളെ നാട് പോലെ തന്നെ ആയിരുന്നു, ഒരു വ്യത്യാസവും ഇല്ല. ഒരുപാട് കുടുംബക്കാരുണ്ട്, എല്ലാവരും ഒരുമിച്ച് തറാവി നിസ്കരിക്കാൻ പോകുന്നു, പിന്നെ പെരുന്നാൾ കൂടുന്നു. അപ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെ ആയിരുന്നു. എല്ലാവരും അന്ന് തന്നെ കാണാനും പറ്റും, അത്ര അടുത്തായിരുന്നു എല്ലാവരും താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ മിസ് ചെയ്യുന്നത് നമ്മളതൊക്കെയാണ്. ഇവിടെ എല്ലാവരും ഒരുപാട് ദൂരെയാണുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പെരുന്നാളിൻ്റെ വ്ളോഗ്. വീണ്ടും അടുത്ത വ്ളോഗായിട്ട് വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഈദ് മുബാറക്.